കൃഷിക്കാരൻ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ എഴുത്തുകാരൻ മനസ്സിൽ കൃഷി ചെയ്യുന്നുവെന്ന് കഥാകൃത്ത് സന്തോഷ് ഏച്ചിക്കാനം പറഞ്ഞു. അതിനായി അവൻ കരുതി വയ്ക്കുന്ന വിത്താണ് തന്റെ സർഗാത്മക സൃഷ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയുടെ ഓരോ ജീവജാലങ്ങൾക്കും ഒരു കടാക്ഷമുണ്ട്. അവയെ വേട്ടയാടുകയല്ല, ചേർത്ത് നിർത്തുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പേരാണ് ജനാധിപത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുല്ലൂരിൽ സംസ്കൃതി ഏർപ്പെടുത്തിയ വി കോമൻ മാസ്റ്റർ സ്മാരക ചെറുകഥാ പുരസ്കാരം ജിതിൻ നാരായണന് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ വൃക്ഷങ്ങൾ അതിന്റെ കുഞ്ഞുങ്ങൾക്ക്, അതായത് ആഹാരമില്ലാത്തതിന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? വേരിലൂടെ ഭക്ഷണം കൊണ്ടുകൊടുത്ത് തീറ്റിക്കും. അത്രേ നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരു മനസ്സും ആത്മാവും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഹാഭാരതത്തിൽ നമുക്ക് മരങ്ങൾ യാത്ര ചെയ്യുന്നത് നമുക്ക് അന്ന് വ്യാസം പറഞ്ഞിട്ടുണ്ട്. മരങ്ങൾ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വ്യാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പഠനത്തിൽ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന, നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കാൻ പറ്റുന്ന, നമ്മളെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന നിശ്ചലമായ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ആർക്കുള്ളത്? ഈ പറയുന്ന മരങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഒരിക്കലും വ്യത്യസ്തമൊന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ആഫ്രിക്കയിലെ മരങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ മരങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മൾ കുട പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഇവിടെയുള്ള ഒരു കാടിന്റെ രീതിയല്ല ആഫ്രിക്കയുടെ കാടിന്റെ രീതി. അത് അല്പം ഉയർന്നിട്ട് കുട പോലെ നിൽക്കുന്ന മരങ്ങളാണ്. ഈ കുട പോലെ നിൽക്കുന്ന മരങ്ങളെ തിന്നാൻ വേണ്ടിയിട്ട്, അത് ജിറാഫിനും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ജിറാഫിന് തല കീഴെ വെച്ച് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ ഈ ജിറാഫിന് തിന്നാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് ജിറാഫിനും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ്. ജിതിൻ നാരായണന്റെ വിത്ത് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. ചടങ്ങിൽ സംസ്കൃതി വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈറ്റ് ആവിഷ്കരിച്ച ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ മികവ് തെളിയിച്ച പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ ഡോക്ടർ കെ കൃഷ്ണേന്ദു എന്നിവരെയും അനുമോദിച്ചു. ചടങ്ങിൽ സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സന്തോഷ് പനയാൽ, അശ്വിൻ ചന്ദ്രൻ, പി ജനാർദ്ദനൻ, ഗോപി കാരാക്കോട്, KP ശശികുമാർ, AT ശശി, ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.